ലോകത്ത് അനേകം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. പാത്തു, നീ ഒന്ന് ഓർക്കണം, നമ്മൾ ഈ മാംസവും ചുവന്നുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം? അവന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം വാനോളം വരില്ലേ? മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും. ഓ, എന്തെങ്കിലും ചെയ്, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചിട്ട് വരാം. നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു. അതിലെ സ്നേഹം തുടിക്കൂ. വാ വാ വാ. അയ്യോ, മുജീബിനൊന്ന് വിളിച്ചിട്ട് വരും. ഇനിയിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. അബയെ പിടിച്ച് അരഞ്ഞാണത്തി കെട്ടിക്കോ. സ്റ്റേജിൽ കയറി ഒച്ചയിൽ അബിയാണ് അരഞ്ഞാനടിച്ചോണ്ട് പറ. തങ്ങളെ മൊത്തം കലാവൂലേ? ആവട്ടെ, അബി കുടുങ്ങൂ. കുടുങ്ങട്ടെ. അപ്പൊ മുജിക്കായ അവന് മനസ്സിലാവും. എന്താ വിളിക്കണത്? അത് കേറിക്ക്. മാംസം 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 എന്തിനാക്കാ? എടോ മണ്ടച്ചാരെ, നീ ഏൽപ്പിച്ച മാംസം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഞാൻ ഏൽപ്പിച്ച മാംസോ? ആ, അതല്ല ചെമ്പല് വന്തി കിടക്കണേ. നാളെ ഉച്ചയ്ക്ക് 12:30 തീവണ്ടിക്ക് അവന്മാര് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭായി പോയാ എങ്ങനെ ജീവിക്കും? കുറെ ഇടി കൊണ്ടത് മിച്ചം. ഇങ്ങേരെന്തിനാ നേരം ഈ തങ്ങൾമലയിലോട്ട് നോക്കിയിരിക്കുന്നു? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കലഹോ? എന്തിനെ? അറിയൂല, ഇറച്ചി പ്രശ്ന. ഇറച്ചി പ്രശ്നോ? കല്യാണം മുടങ്ങുമോ? അതൊന്നും അറിയൂല, ഒരു അടിക്കുള്ള വക കാണുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭായിക്ക് എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട്. എന്നാ ഇടയിൽ കയറി കുത്തി മറിഞ്ഞ് കലമ്പാ. നമ്മുടെ ഭായിയുടെ കഴിവെന്തെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ പിന്നെ ഭായി ആര് നോക്കൂന്ന്? ഇതാണോ? വേണോടാ, നീ അങ്ങോട്ട് വരണ്ട. അപ്പുറത്തെ പറമ്പിക്കൊന്നു വരണം, എനിക്കിടിക്കാനാ. ഒറ്റക്കൊറ്റക്ക് ഉൾസുണ്ടോ? ഇല്ല, കൈ കൊണ്ടുള്ളടിയാ. ഇക്ക പറ. ഇതൊരു വല്ലാത്ത ഹലാക്കിൽ അവലും കഞ്ഞിന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇസ്മായിലെ ഉറപ്പ് ഇറച്ചി വേണം ഞാൻ വിളിച്ചു പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്കുറപ്പ് മുക്കളിക്ക് മറന്നതാ. ഇതിൽ ഭായിമാരെ ഇടപെടണ്ട. നിങ്ങളല്ലേ കല്യാണം കൂടുതലാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇസ്മായിൽ ഖാൻ ആൾക്കാരാ. ഏടാ വേടോ ഭായിയുടെ ചെവിട്ടി പോയി പറഞ്ഞാ മതി. എന്തൊക്കെ സംഭവിച്ചാലും ഫാത്തിമാനെ നാസർ കെട്ടും, അത് കട്ടായം. നിനക്ക് ആ പല്ലിനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുമോ? ഇത് വെച്ച് 10,000-ഓളം കാക്കൊന്നും എനിക്കാ ഈ കുഞ്ഞിപ്പല്ലി. ദേ കണ്ടോ? ശരിക്കും കാക്കയ്ക്ക് വല്ലതും കൊണ്ടിട്ടുണ്ടാ? സത്യം പറയട്ടെ, എനിക്കിനി പിടിച്ചെടുക്കാൻ പറ്റില്ല. അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നുവെന്നൊരു സംശയം. തങ്ങളെ ഒരു വക ഞാനത് നമ്പർ മേടിക്കാൻ പോയതാടോ. അപ്പോഴാണ് ഭായിയെ പോലെ ഒരാൾ നടന്നു പോകുന്നു. ഞാൻ പുറകെ പോയി. ഭായി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ. എന്ത് പറഞ്ഞാലൊരു ഭായും കോയും. എന്താണ് സുബൈറെ? അവര് പാട്ട് പാടാൻ പറ്റില്ലെന്നാ പറയുള്ളൂ.
മുക്രിയോ ഒന്ന് വന്ന് മയക്ക് മേടിച്ചു തരുമോ? എന്റെ പൊന്നു സുബേരെ, ചരടില്ലാത്ത കളസിട്ട് നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ്. നീ ചെല്ല്, പിന്നെ പാടാ. ഓന്റെ ഒരു ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഇതെന്ത് ചെയ്യാനാ? ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്ത്. പോത്തിറച്ചിയാണെങ്കിൽ സത്യം പറയായിരുന്നു, ആട്ടിറച്ചിന്റെ കൊണ്ട് താങ്ങൂലടോ. പടച്ചോണ്ട് പൊറുപ്പിക്കൂലേ? ഈ ഹമുക്കാണെന്നാല്